പുതിയ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ ജാഗ്രതാ നിർദ്ദേശം കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അടുത്ത 3 മണിക്കൂറിൽ കേരളത്തിൽ തിരുവനന്തപുരത്തും കൊല്ലത്തും ഒറ്റപ്പെട്ട നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകാൻ മാനസ മനോജ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. മാനസ, വീണ്ടും മുന്നറിയിപ്പ് ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് രാവിലെ മഴയുണ്ടായിരുന്നു, ഇപ്പോൾ വീണ്ടും മഴ മുന്നറിയിപ്പ് എത്തുന്നു. അടുത്ത 3 മണിക്കൂറിൽ വീണ്ടും മഴയെത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കൊല്ലത്തും സമാനമായ സാഹചര്യം തന്നെയാണല്ലേ? തീർച്ചയായും അഞ്ജന, ഏറ്റവും ഒടുവിലത്തെ മുന്നറിയിപ്പ് പ്രകാരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത് തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ കൊല്ലം ജില്ലയിലും അടുത്ത 3 മണിക്കൂറിൽ നേരിയതോ അതോ മിതമായതോ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെയും തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ മഴ ലഭിക്കുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ മഴ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ നേരിയ ശമനം ഉണ്ടായിരിക്കുകയാണ്. എന്നാൽ വരുന്ന 3 മണിക്കൂറിൽ ഇത്തരം കാലാവസ്ഥ തുടരും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് 2 ജില്ലകളിൽ റെഡ് അലർട്ട് മുന്നറിയിപ്പ് തുടരുകയാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് റെഡ് അലർട്ട് മുന്നറിയിപ്പ് കുറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അതിതീവ്ര മഴയിൽ നിന്നും അതിശക്ത മഴയിലേക്കായി കുറയുന്ന ഒരു സാഹചര്യം. എങ്കിൽ കൂടിയും ഈ ഒരു ഓറഞ്ച് അലർട്ടാണ് 8 ജില്ലകളിൽ നിലനിൽക്കുന്നത്. റെഡ് അലർട്ടിന് സമാനമായ രീതിയായിരിക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് 4 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുമുണ്ട്. മറ്റ് 4 ജില്ലകൾ വടക്കൻ ജില്ലകളാണ്. ഈ മധ്യ തെക്കൻ ജില്ലകൾക്ക് പുറമെ വടക്കൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇപ്പോൾ തുടരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വടക്കൻ മേഖലകളിലും മഴ സജീവമാകുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. അതോടൊപ്പം തന്നെ വടക്കൻ കേരളത്തിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ സ്വാധീന ഫലമായാണ് മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തീവ്രത കുറഞ്ഞതോടുകൂടിയാണ് ഇത്തരത്തിൽ മഴയുടെ തീവ്രതയും കുറഞ്ഞ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മാത്രമല്ല, ഇന്ന് ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. അത് എത്തരത്തിലായിരിക്കും എന്നുള്ളത് പ്രവചനാതീതമാണ്. കാരണം നിലവിൽ കേരളത്തിൽ സജീവ മഴ ലഭിക്കില്ല, അല്ലെങ്കിൽ തീവ്രമായ മഴയിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന സൂചനയാണ് ലഭിക്കുന്നതെങ്കിൽ കൂടിയും അതിൻ്റെ തീവ്രത വരുന്ന കണക്കിനായിരിക്കും സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന മഴയുടെ തീവ്രതയും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. ശരി, മാനസയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ് തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് തിരുവനന്തപുരത്തും കൊല്ലത്തും അടുത്ത 3 മണിക്കൂറിൽ നേരിയ രീതിയിലുള്ള മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. എന്തായാലും തിരുവനന്തപുരത്തെയും കൊല്ലത്തെയും ആളുകൾ ജാഗ്രത പുലർത്തുക. പുറത്തു പോകുമ്പോഴൊക്കെ കുടയെടുത്തു പോകുക.